നമ്മൾ മൂന്നാർ പോകാൻ പോവാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഹലോ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഡേ ഇൻ മൈ ലൈഫും അല്ല. ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് എന്നൊരു ബോധം ഉണ്ടായില്ല. നമ്മളിന്ന് മൂന്നാർ പോവാണ്. ഓഫീസിൽ നിന്ന് ഫ്രണ്ട്സും മാനേജറൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ട്രിപ്പ്. എന്നെ വീട്ടിൽ നിന്ന് ഹാഫ് വേ വരെ ഡ്രോപ്പ് ചെയ്തത് എൻ്റെ ചേട്ടനായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ 2 കൊളീഗ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവർ 1/2 മണിക്കൂർ എനിക്ക് പോസ്റ്റ് വന്നത്. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ട്രിപ്പ് ഓണായി ഗൈസ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഓരോരോ ആൾക്കാരെ പിക്ക് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഈ വരുന്നതാണ് നമ്മുടെ സാരഥി, ഞങ്ങളുടെ സ്വന്തം മാനേജർ ശബോന മാം. ആള് മരണമാസാട്ടോ. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വൈബ് അടിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ച് കുറച്ചേരം ലൈറ്റ് ഓൺ ആക്കിയിട്ട് വൈബ് അടിക്കാന്ന്. അതിനിടയ്ക്ക് ഒരാൾ കിടന്ന് ഉറങ്ങിയും പോയി. സമയം ഏതാണ്ട് ഒരു 4:30, 5, 5:30 ആയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഇത്രയും എനർജിയിൽ ഓൺ ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്ക് പറ്റും. സമയം ഇപ്പം 6 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ആരും ചായ കുടിക്കുന്നില്ല അല്ലേ? എന്താ ചായ കുടിക്കാത്ത? ചായ കുടിച്ചപ്പോൾ ശരിയാവില്ലാതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ചായ ഒന്നും കുടിക്കാതെ നമ്മൾ നമ്മുടെ മൂന്നാർ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ, തുടരുകയാണ്. അങ്ങനെ നമ്മൾ പോയി നേര്യമംഗലം പാലം എത്തി. ഈ പാലം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പുറം ഇനി മൂന്നാറാണെന്ന്. അങ്ങനെ നമ്മൾ പാലമൊക്കെ കഴിഞ്ഞ് മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ കോടമഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്കാണെങ്കിൽ തണുത്തിട്ടും പാടില്ലായിരുന്നു. ഞാനപ്പോൾ ചെറിയൊരു സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്വെറ്റർ ഇട്ടു. പിന്നെ ഞാനും ജിനിയും ഫൗസിയും മാത്രമേ ഉണർന്നിട്ടുണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും സൈഡായി. എന്തായാലും നല്ല ക്ഷീണം കാണും. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എണീറ്റ് അമ്മ അതിൽ തുള്ളലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങാം. നമ്മളിപ്പോൾ എന്തിനാ വണ്ടി നിർത്തിയത്? നമ്മളിപ്പോ വണ്ടി നിർത്തിയത് കോടമഞ്ഞ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി നിർത്തിയത്. നമ്മൾ കോടമഞ്ഞ് കാണാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ മസാല ദോശ കഴിക്കാൻ പോവുകയാണ്. നല്ല ഇതാണ് ഗൈസ് കോടമഞ്ഞ്. നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ലേ? പോലെ തൂങ്ങി വരാൻ നീ എന്താ കൊരക്കരം? അങ്ങനെ കോടമഞ്ഞിനും ഓലക്കും രണ്ടക്കും ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് മസാല ദോശ. പുളിയുള്ള മസാല ദോശ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പുളിയുടെ അങ്ങേ അറ്റായിരുന്നു. എന്തായാലും ദോശ ഫ്ലോപ്പായിരുന്നു. പക്ഷെ എൻ്റെ കോഫി എന്നെ ചതിച്ചില്ല കേട്ടോ. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം. നമുക്ക് ഈ പുളിച്ച ദോശയുടെ ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞാലോ? ഗായ്സ്, പുളിച്ച ദോശയായി പോയി. എങ്ങനെയുണ്ട് ദോശ? ജിനി, എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? എങ്ങനെയുണ്ടാവും? എനിക്ക് കാണാതെ. ഷിഫ്ന എങ്ങനെയുണ്ടായിരുന്നു? പോരാ. ആക്ച്വലി മൂന്നാറിൽ വന്നിട്ട് ഇതുവരെ മൂന്നാർ കാണാത്ത പോലെയാണ് എല്ലാരും ബിഹേവ് ചെയ്തോണ്ടിരിക്കുന്നത്. ക്യാപ്പ് കണ്ടിട്ടില്ല. ആ കുണുങ്ങി വരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ജാനിക്കുട്ടിയാട്ടോ. മനസ്സിലായില്ലേ? മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടി. ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ജനിച്ചോള്. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അത്
അത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിട്ടാ പിന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്കുള്ളൂ. പിന്നെ പുള്ളീനെ അന്വേഷിച്ചോണ്ടുള്ള നടത്തായിരിക്കും പിന്നെ അങ്ങോട്ട്. വരൂ കൂട്ടുകാരെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പറയൂ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒത്തിരി ഫോട്ടോസ് എടുത്തായിരുന്നു. ഞാൻ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. എല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ചു. സമയം ഇപ്പോ ഏതാണ്ട് 11:30 ആയിട്ടുണ്ട്. വിശക്കുന്നുണ്ടോ? ഇല്ല. വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഒത്തിരി സാധനങ്ങളുണ്ട് തിന്നാനായിട്ട്. കപ്പ വറുത്തത്, ചക്ക വറുത്തത്, ലേസ്, കേക്ക്, ബിസ്ക്കറ്റ്, പക്കവട, നുറുക്ക്, അങ്ങനെ എല്ലാം ഉണ്ട്. പൊളിച്ച ദോശയായിരുന്നു, പക്ഷേ ചില കുഴപ്പമുണ്ടായിരുന്നില്ല. കുതിരയെ പേടിച്ച് മാറി നിൽക്കുന്ന 2 പേരെ കുതിരപ്പുറത്ത് കയറ്റാനുള്ള പരാക്രമമായിരുന്നു അടുത്തത്. എന്തൊക്കെയൊക്കെയോ പറഞ്ഞ നമ്മൾ 2 പേരെയും കൺവിൻസ് ചെയ്ത് ആ കുതിരയുടെ പുറത്ത് എങ്ങനെയോ കയറ്റി. ഇതിപ്പോ ഇവർക്കാണോ പേടി അല്ലെങ്കിൽ കുതിരക്കിനി ഇവരെ കണ്ടിട്ടാണോ പേടിയെന്നായിപ്പോയി ഞങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്. അവസാനം കാല് കാണുന്നില്ല, കൈ കാണുന്നില്ല എന്നൊക്കെ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതാ ഗൈസ്, ഒരു കുതിരയും 2 കഴുതയും. അങ്ങനെ കുതിരപ്പുറത്ത് കയറി ഇറങ്ങിയ ക്ഷീണം തീർക്കാനായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ മീൽസ് ഉണ്ടായിരുന്നു, ബിരിയാണിയും ഉണ്ടായിരുന്നു. ഇത് ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ ഈ 12 പേരും ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഡിസ്കഷനും ഡിബേറ്റിനും ഒടുവിൽ നമ്മളൊരു കൺക്ലൂഷനിലെത്തി. കുറച്ച് പേര് മീൽസും കുറച്ച് പേര് ബിരിയാണിയും പറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. മീൽസ് ഓർഡർ ചെയ്തവർക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, അവരെല്ലാവരും അത് മൊത്തം കഴിച്ചു. പക്ഷേ ബിരിയാണി ഓർഡർ ചെയ്തവർക്ക് നല്ല 8ന്റെ പണി കിട്ടി. ഒരു ഫുൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് ചക്രശ്വാസം വരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അങ്ങനെ ബിരിയാണിക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മീൽസുകാർ മനസ്സറിഞ്ഞ് സഹായിച്ചു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പം 1 മാസത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ച് കഴിച്ച അവസ്ഥയായിരുന്നു. അങ്ങനെ പാമ്പെരവിഴിഞ്ഞ പോലെ ഇരുന്ന് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് ഗ്യാപ്പ് റോഡിലേക്കായിരുന്നു, നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ്. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അത്യാവശ്യം ഒരു പൊടി മഴയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മളൊരു വാട്ടർഫാൾസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കയറി അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് കയറി പോരാന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മളവിടെ ഇരുന്നപ്പോഴേക്കും ഭയങ്കര ഒരു കിടിലം മഴ പെയ്തു. അവിടെ അപ്പോൾ നമ്മൾ പോയ ടൈമിൽ ഉച്ചയ്ക്ക് നല്ല മഴ പെയ്യുന്ന ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. അപ്പോൾ അവിടെ വഴിയരികിൽ ഈ കച്ചവടക്കാരൊക്കെ കുറേ പേരുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്നതൊക്കെ, അവരുടെ കുടയും വടിയൊക്കെ തട്ടിമറിച്ച് താഴെ ഇട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത്. അത്ര മഴയായിരുന്നു, മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തണുത്ത കാറ്റ്, നല്ല കോട, ലൈക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോരുത്തർ വിറച്ച് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി നിന്ന പണി പാളും. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു മാഗി കഴിക്കേണ്ട മോഹം അത് ബാക്കിയായിട്ടോ. നമ്മൾ മൂന്നാറിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലിരുന്ന് നല്ല ചൂട് മാഗി കഴിക്കണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ, മൂന്നാർ വന്നിട്ട് റിപ്പിളിൻ്റെ ചായപ്പൊടി വാങ്ങിക്കാണ്ട് വീട്ടിൽ പോകുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളും ആ പതിവ് തെറ്റിച്ചില്ല. നേരെ അവിടെ പോയിട്ട് അവിടെ കിട്ടുന്ന ഏതാണ്ടൊക്കെ ഞാൻ വാങ്ങിയിട്ടോ. ഞാനെന്തോ ഗ്രീൻ ടീയുടെ എന്തോ ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചായപ്പൊടി. അവിടെ പിന്നെ എപ്പോഴും കോംബോ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കോംബോ എടുത്തിട്ടാണ് വാങ്ങിയത്. നമ്മുടെ മൂന്നാർ യാത്ര അങ്ങനെ സമാപിച്ചിരിക്കുകയാണ്. ഈ ഒരു ബ്യൂട്ടിയും കൂടെ എൻ്റെ വീഡിയോ ക്യാമറ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ മൂന്നാറിന് നേരെ കൊച്ചിക്ക് യാത്രയായിട്ടോ. ഒരുപാട് മെമ്മറീസ് ഉള്ള, എന്നാൽ വീഡിയോക്ക് അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒത്തിരി അധികം മെമ്മറീസും ഒരു കൂട്ടം നല്ല ആൾക്കാരുടെ കൂടെയുള്ള ഓർമ്മകളും എന്നും ആയിരിക്കും എനിക്ക് ഈ ട്രിപ്പ്.
ഒരുപാട് നാൾക്ക് ശേഷം കുറേ അധികം പൊട്ടിച്ചിരിച്ച് വളിപ്പടിച്ച് ചളി പറഞ്ഞ് കുറേ ഓവർ റേറ്റഡ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കോമഡിയും പറഞ്ഞ് വേറൊരു ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദീസ് മെമ്മറീസ് വിൽ റിമെയിൻ ഇൻ മൈ ഹാർട്ട് ഫോർ എവർ. മെമ്മറീസ് മാത്രമല്ല ഈ ആൾക്കാരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മൂന്നാർ വ്ളോഗ്. അപ്പോൾ വീഡിയോ കണ്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ.